ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് അടിപൊളി ടേസ്റ്റിലുള്ളൊരു പരിപ്പ് ദോശയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഈ പരിപ്പ് ദോശ ഉണ്ടാക്കാനായിട്ട് ചെറുപയറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 3/4 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് തുവരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ ഉണങ്ങലരിയാണ് എടുത്തിട്ടുള്ളത്. കുത്തരിയില്ലേ, കുത്തരിയുടെ പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. 1/4 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്കിത് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. ഇപ്പോൾ രാത്രിയിലാണ് ഞാനിത് സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. രാവിലെ ആകുമ്പോൾ നമുക്കിത് അരച്ചെടുക്കാം. 250 ml കപ്പിലാണ് കേട്ടോ മെഷർമെന്റ് പറയുന്നത്. ഇപ്പം നന്നായിട്ട് സോക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നുകൂടി ഒന്ന് കഴുകിയെടുക്കാം. അതിന് ശേഷം വേണം അരച്ചെടുക്കാനായിട്ട്. ഒന്നുകൂടി ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം പകുതിയോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിന് ഒരു ശകലം മുകളിൽ നിൽക്കുന്ന രീതിയിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലൊപ്പം ഇട്ടിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു തരിതരിപ്പോട് കൂടിയിട്ടാണ് അരച്ചെടുക്കുന്നത്. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട, ഒരു തരിതരിപ്പോട് കൂടി അരച്ചെടുക്കുക. അപ്പോൾ ആദ്യത്തെ ബാച്ച് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ബാച്ച് ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. കുറച്ച് തിക്കായിട്ടാണ് ഈ ബാറ്റർ ഇരിക്കുന്നത്. ഇനി മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ലൂസിലാണ് കേട്ടോ നമ്മുടെ മാവ് വേണ്ടത്. അധികം തിക്കാവാൻ പാടില്ല. നമ്മുടെ സാധാരണ ദോശമാവിനേക്കാളും കുറച്ചും കൂടി ഒരു ലൂസായിട്ടുള്ള ബാറ്ററാണിത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കായത്തിന്റെ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് രണ്ടും കൂടിയും ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ദോശമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇത് ഇങ്ങനെ നമ്മൾ അരച്ചെടുത്ത് അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഉണ്ടാക്കിയെടുത്താലും കുഴപ്പമില്ല. സമയം ഉണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യുന്നതിന് ശേഷം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് സ്വാദ് കൂടും. ഇപ്പോൾ ആ ഒരു പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടായതിനു ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാവ് കോരി ഒഴിച്ചിട്ട് ഇതുപോലെ നല്ല നൈസായിട്ട് പരത്തി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് എണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണയ്ക്ക് പകരം നെയ്യ് വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എണ്ണയാണ് എടുത്തിട്ടുള്ളത്, നല്ലെണ്ണ. അത് ഇതിന് മീതെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ലൈറ്റ് കളറായിട്ട് ദോശ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മടക്കിയെടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് മടക്കിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഈ ദോശ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇത് കറക്റ്റായിട്ട് നല്ല രീതിയിൽ മുരിഞ്ഞ് കിട്ടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് മുരിച്ചെടുത്താൽ മതി. നല്ല സ്വാദാണ് കഴിക്കാൻ. ചട്നി പോലും വേണമെന്നില്ല ഇതിന് കഴിക്കാനായിട്ട്, അത്രയും സ്വാദാണ്. അപ്പോൾ ഞാൻ അരിപ്പൊടി വെച്ചിട്ടുള്ള നെയ് റോസ്റ്റിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റിലെ സെയിം ടേസ്റ്റ് വരുന്ന മസാല ദോശയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. എല്ലാ ദോശയും നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല സ്വാദാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക്